മൈ ഡിയർ ചങ്ക്സ്, ഇത് ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് എഗ്ഗിൻ്റെ റോസ്റ്റ് അല്ല, എഗ്ഗിൻ്റെ ഗ്രേവി അല്ല, വേറെ നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള നല്ലൊരു കൊടൂര ഐറ്റം തന്നെയാണ് ഈ കാണുന്നത്. ദോ ഈ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ചിക്കൻ നിറച്ച് പൊരിച്ചതാണ് ഈ കാണുന്നത്. ആ പരുവത്തിലായത്. നമ്മുടെ സെല്ലിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ട്. കേക്കിന് പകരം ഈ ഒരു ഐറ്റമാണ് നമ്മൾ മേടിച്ച് ഇന്ന് കട്ട് ചെയ്തത്. നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള ഗ്രേവിൻ്റെ താഴെയാണ് ഈ ഫുൾ കോഴി അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ആട്ടെ, കല്യാണം ആട്ടെ, വെഡിങ് ആനിവേഴ്സറി ആട്ടെ, എന്ത് പരിപാടി വന്നാലും കേക്ക് കട്ട് ചെയ്യുന്നതിനോട് ഈ കൊതിന് യാതൊരു താല്പര്യമില്ല. ഇതുപോലുള്ള കാര്യങ്ങളാണ് നല്ല കളർഫുള്ളാണ്, നല്ല ഡിലീഷ്യസുമാണ്. മാത്രമല്ല നമ്മളിത് കട്ട് ചെയ്യുമ്പോഴേ അതിനകത്ത് ഇമ്മിണി വലിയൊരു കോഴിമുട്ട ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തുകൊണ്ടും ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്യുന്നേക്കാൾ എന്തുകൊണ്ടും വർത്താണ് 490 റുപ്പീസിൻ്റെ ഈ നിറച്ച കോഴി മേടിച്ച് കട്ട് ചെയ്ത് കഴിക്കുന്നത്. മാത്രമല്ല ഒരു മുട്ടയും ഫ്രീ ഉണ്ട്. നമ്മുടെ നാവുകൾക്കെല്ലാം കൊതിയൂർന്ന നല്ല രുചികരമായ ഡിലീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം വാങ്ങിച്ചത് സെക്യൂർ ബസാറിലുള്ള സാദിയാസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. ഡെയിലി നല്ല മൂവിങ് ആണ് ഈ ഒരു ഐറ്റത്തിന്. 490 രൂപക്ക് എന്തുകൊണ്ടും വർത്താണ് ഈ ഒരു ഐറ്റം. ഇന്ന് നമ്മുടെ ചെറിയ നോമ്പുറ ഇതിൻ്റെ കൂടെയാണ്. വലിച്ചുവരി അടപടലം കഴിക്കില്ല. കാരണം പള്ളിയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റൊമക്ക് ഫുള്ളാട്ടോ. അപ്പം ലേശം ചെറിയൊരു പീസ് മാത്രമേ കഴിക്കൂ.